LGBTQ കമ്മ്യൂണിറ്റിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അവരെ കൺസേൺ ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴും കേരളത്തിലുള്ളത്. അത് മാത്രവുമല്ല, നമ്മുടെ സർക്കാരും അവരെ കൺസേൺ ചെയ്യുന്നുണ്ട്. എന്തിനധികം പോലീസിൽ പോലും സർക്കുലർ ഇറക്കിയിട്ടുണ്ട് അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്. അത് സ്ട്രിക്റ്റ് ആണ്, സ്ട്രോങ് ആണ്. അങ്ങനെ ഉള്ളിടത്ത് ആ കമ്മ്യൂണിറ്റിയിലുള്ളവരെ അവിടെ കൊണ്ടുവന്ന് വെച്ച് ഈ ഷോ നടത്തുമ്പോൾ ബിഗ് ബോസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കമ്മ്യൂണിറ്റിയെ ടച്ച് ചെയ്താൽ ഭവിഷ്യത്ത് വളരെ ക്രൂരമായിരിക്കും, വളരെ മോശമായിരിക്കും. ഇവരെ വളരെ കെയർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വിഭാഗമാണ്. ആദില നൂറ ശക്തരാണ്. സ്വന്തം കുടുംബത്തിൽ ഫൈറ്റ് നടത്തി ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ ഒറ്റയ്ക്ക് നേരിട്ട പെൺകുട്ടികളാണ്. ശക്തരാണ് അവരേത് അറ്റം വരെയും പോകും. ഇത് പണി കിട്ടാനുള്ള പോക്കാണ് ഈ പോകുന്നത്. റണ ഫാത്തിമയും ബിന്നിയും കൂടെ നിന്നുകൊണ്ട് ആ പെൺകുട്ടികളെ വളരെ മോശമായി പറയുന്നുണ്ട്. തിരിച്ചങ്ങോട്ടും കൊടുക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. അവരെ മസാജിങ് സെൻ്റർ എന്നും മറ്റും കളിയാക്കുന്നത് അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതേ തോൽപ്പിക്കൽ ഇപ്പുറത്തോട്ട് തിരിച്ചു നിന്ന് ഇവരിങ്ങനെയാണ്, ഏത് പെണ്ണുങ്ങളെ കണ്ടാൽ അവർക്ക് തോന്നുമെന്ന് പറയുമ്പോൾ ഒരു പെൺ ഗോവിന്ദസ്വാമിയാണ് ആദില നൂറ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അവർ. അതൊരു പ്രശ്നമാണ്. ആ കൂടളവിയാൽ കടന്നൽ കൂട്ടിളവിയത് കണക്കായിരിക്കും. അത് നിസ്സാര പ്രശ്നമായിരിക്കില്ല ഈ പറയുന്ന ബിഗ് ബോസിന് കൊടുക്കുക. അത് നിങ്ങൾക്ക് അവരെ അറിയാത്തത് കൊണ്ടാണ്. ശ്രദ്ധിച്ചില്ല, ഇവിടെ കൊട്ടാരക്കര നടന്ന സംഭവം കണ്ടില്ലേ? കൂട്ടത്തോടെ കടന്നൽ കൂട് ഇളവി വരുന്ന കണക്കങ്ങ് ഇളവി വരും. ഈ കൂടും കുടുക്കി എവിടെ വെച്ചിരിക്കുന്ന അവിടെ വന്നതൊരു കുത്തിപ്പൊളിക്കും. വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാതെ റണ ഫാത്തിമയ്ക്ക് മൂക്ക് കയറിടുന്നതാണ് നല്ലത്. നല്ല കുടുംബത്തിൽ പറക്കാത്തതിൻ്റെ എല്ലാ വളർത്തു ദോഷവും ആ പന്നപ്പെണ്ണ അതിനകത്ത് കിടന്ന് കാണിക്കുന്നുണ്ട്. ആ പിള്ളേരത് പറയുന്നതിന് തത്തിക്ക് തിരിച്ച് പറയുമ്പോൾ അനാവശ്യമായി എല്ലായിടത്തും മൂക്ക് നുഴയ്ക്കുന്നത് അനാവശ്യമാണെന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലും ബിഗ് ബോസ് കാണിക്കണം, ഒരു മര്യാദ കാണിക്കണം. ആ മര്യാദ ഇല്ല എങ്കിൽ ബിഗ് ബോസിൻ്റെ സകല മര്യാദയും മാനേഴ്സും LGBTQ കമ്മ്യൂണിറ്റിക്കാർ ഏറ്റെടുക്കും എന്നുള്ളത് തർക്കമേ വേണ്ട. നിങ്ങൾ അവരെ ടാർഗറ്റ് ചെയ്യുന്നു തോന്നുന്നു, ശരിയായിരിക്കാം. അവർ തമ്മിലൊരു സെപ്പറേഷൻ ഉള്ളത് ഞാൻ സംസാരിച്ചത് തന്നെയാണ്. ജെന്യൂനായിട്ടുള്ള വിമർശനം അക്സെപ്റ്റബിൾ ആണ്. മോശം പറയരുത് ആ കുട്ടികളെ. കാരണം അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് സംസാരിക്കാം. അവർക്ക് എല്ലാ പെണ്ണുങ്ങളെ കാണുമ്പോഴും അതാണെന്ന് പറയുമ്പോൾ സൊസൈറ്റിയിൽ അവർക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണ് ആ റണ ഫാത്തിമ. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ബിന്നിയെ തൂക്കി തലയിൽ വെച്ച് മോഹൻലാൽ കാണിച്ച ഈ പച്ച പോക്കൃത്തരം കൊണ്ടാണ് ഇന്ന് ബിന്നിക്ക് നാക്ക് പൊങ്ങിയത് അവരെ പറ്റി പറയാൻ. ഒരു കാര്യം ഓർത്തോളൂ, അവർക്ക് ആരുമില്ല, നാഥനില്ല, കളരിയാണ്, എന്തും കയറി പറഞ്ഞു കളയാനുള്ള തെറ്റിദ്ധാരണ വേണ്ട. അത് ശരിയായ നടപടിയല്ല. ആ കുട്ടികൾക്ക് അതിലൊരാൾക്ക് പ്രശ്നമുണ്ട്, അവർ മതി. മറ്റേതിനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുമുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം അവർ തനിച്ചാണെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. അവർ തനിച്ചല്ല. അവരെ തനിച്ചാക്കി ആക്രമിക്കാനും മോശം പറയുവാനുമാണെങ്കിൽ നടക്കുന്ന കേസല്ല. അപ്പാനി ശരത്ത് പറഞ്ഞ വേക്ക് നിങ്ങൾ കട്ട് ചെയ്തു. അറിയാം എന്ത് വൃത്തികേടായിരിക്കും എൻ്റെ നാക്കിൽ വന്നതെന്ന്. എടാ, നിന്റെ വീട്ടിലും ഇതുപോലൊരു കുഞ്ഞ് ജനിക്കാതിരിക്കട്ടെ. അത് അവരുടെ കുറ്റം കൊണ്ട് അവരങ്ങനെ ജനിച്ചു പോയതല്ല. ഹോർമോൺ ഇൻബാലൻസ് കൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ വരുന്നതാണ്. അത് അവരുടെ കുറ്റമല്ല, ജെനറ്റിക്കൽ ഡിസോർഡറാണ്. അതിനെ കൂടുതൽ ഡെപ്തിൽ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെയുള്ള ആ കുട്ടികളെ നീ മോശം പറഞ്ഞാൽ അച്ചസട്, നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അങ്ങനെ ഒരു അവസ്ഥ വരും. അപ്പോഴേ നിനക്ക് ആ വേദന മനസ്സിലാവുകയുള്ളൂ. ഇത് ശാപമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇതിലേക്ക് കയറാൻ വരണ്ട. അനുമോളെ കണ്ടുകിട്ട് ഇപ്പോൾ എല്ലാം ശാപമാണ്. പക്ഷേ സത്യമായ കാര്യമാണത്. അങ്ങനെ പറയരുത്, അവരെ നീക്കി നിർത്തരുത്, അവരെ ഉപദ്രവിക്കരുത്. ആ കുട്ടികൾ അങ്ങുമില്ല ഇങ്ങുമില്ല, കുടുംബമില്ല, നാഥനില്ല, കഷ്ടപ്പെട്ടിട്ടാണ് അതിനകത്തേക്ക് വന്നിട്ടുള്ളത്. ഒരു പക്ഷേ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ സ്കിപ്പായി പോവുക. അതിനപ്പുറം അവരുടെ ആ ഒരു നിലമയെ, ആ ഒരു സ്പെസിഫിക് സിറ്റുവേഷനെ കുത്തിക്കാണിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നതിൽ പരം ഒരു ദ്രോഹം വേറെയില്ല. അത് ചെയ്യരുത്. അവർക്കിടയിൽ ഒരു മാറ്റം വരുത്തണമെന്നും അവരെ ഒന്ന് തിരുത്തണമെന്നും ഉള്ളതിനപ്പുറം അവരെ ദ്രോഹിക്കുക എന്നുള്ളത് എൻ്റെ കൺസേൺ അല്ല. ഇതെനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതേ സംഗതി ബാക്കിയുള്ളവർ ആവർത്തിക്കുകയാണെങ്കിൽ ബിഗ് ബോസ് പിരിച്ചു വിടൂ പ്ലീസ്. അവരെ കൊണ്ടുവന്ന് നിങ്ങൾ അവരെ ആശ്ലേഷിക്കേണ്ട, അപമാനിക്കാതിരിക്കാനുള്ള ധാർമ്മികത കാണിക്കണം. പച്ച പോക്കൃത്തരമാണ് അതിനകത്ത് നടക്കുന്നത്. LGBTQ കമ്മ്യൂണിറ്റി ഒന്നടങ്കം ഇതിനെതിരെ ആക്ഷൻ എടുക്കുകയും സംസാരിക്കുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാം എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് അവരാണ്. നിങ്ങളത് ശക്തമായി എതിർക്കണം. കാരണം അത്തരം തോന്നിവാസങ്ങൾ അനുഭവിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്നൊരു ഷോയാണത്. അതിനകത്ത് നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്ത് വന്ന രണ്ട് കുട്ടികളെ അത്തരത്തിൽ ആ പേരുകൾ ഉപയോഗിച്ച്, ആ പേരുകൾ പരാമർശിച്ച് അപമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് റിയാക്ട് ചെയ്യേണ്ടത്. ശക്തമായി റിയാക്ട് ചെയ്യൂ. ഇത് മൗനമായി അനുവദിച്ചു കൊടുക്കരുത്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഗെയിം ഷോയാണ്. ഗെയിമിൽ കളിക്കാനായിട്ട് വീട്ടിലിരിക്കുന്നവരെയും ചീത്ത വാക്കുകളും മോശ വർത്തമാനങ്ങളും ഒക്കെ പറയുന്നതിൻ്റെ മുകളിൽ ഈ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു പ്രശ്നത്തിനെ പറഞ്ഞുകൊണ്ട് അപമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അംഗീകരിച്ചവരല്ല അവർ. വളരെ റെയറായിട്ടാണ് അവരെ അംഗീകരിക്കുന്ന മനുഷ്യരുള്ളത് ഈ നാട്ടിൽ. അങ്ങനെയുള്ള ആ കുട്ടികൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടാനും ഇതുപോലുള്ള പരാമർശങ്ങൾ കൊണ്ട് അവരുടെ ജീവിതം തന്നെ ഇരുട്ടിലേക്ക് ആക്കപ്പെടാനും ചാൻസുകൾ വളരെ കൂടുതലാണ്.
അങ്ങനെയുള്ള കുട്ടികളെ ആ മോശ വർത്താനം പറഞ്ഞതിന് ബെന്നിയെ കൊണ്ടും ഫാത്തിമയെ കൊണ്ടും മാപ്പ് പറയിക്കുക മാത്രമല്ല ഇനി മേലിൽ ഒരാളെയും അങ്ങനെ പറയാതിരിക്കാനുള്ള ഇതും കൂടെ നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് പറയുള്ളത്. ബെന്നി പറഞ്ഞത് കേട്ടില്ലേ, അവർക്ക് ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അങ്ങനെയൊക്കെ തോന്നും. അതുകൊണ്ടാണ് മസാജിങ് സെൻറ്റർ എന്ന് പറയുന്ന സാധനത്തിനെ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞത്. മസാജിങ് സെൻറ്റർ എന്ന് ആ കുട്ടികൾ ഉദ്ദേശിച്ചത് സെക്ഷുവാലിറ്റി അല്ല, അവർ പറഞ്ഞത് സോപ്പിംഗ് ആണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സോപ്പിട്ട് നിൽക്കുന്നു, നിങ്ങൾ അങ്ങനെ നിൽക്കുന്നു എന്നാണല്ലോ അവർ. സെക്ഷുവാലിറ്റി അല്ല അവിടെ പറഞ്ഞത്. സെക്ഷുവാലിറ്റി ആണെങ്കിൽ അതിനേക്കാൾ വൾഗറിസം അവിടെ പറയാൻ അവരെ നാക്കുണ്ട്. ആര്യനും ജിസലും കൂടെ ഒരു ബെഡിനകത്ത് പുതപ്പിനകത്ത് കാണിക്കുന്ന പോക്കൃത്തരം എന്താണ്? അത് എന്ത് വൃത്തികേടാണ്? അതവർ സൂചന തന്നിട്ടുണ്ട്, പക്ഷെ അതവർ പക്ക പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അത്തരത്തിലൊക്കെ അവിടെ ഒരു ചാൻസ് ഉള്ളപ്പോൾ അവരങ്ങനെ മസാജിങ് സെൻറ്റർ എന്ന് പറഞ്ഞ് പറയത്തില്ല. അവരെ കൊണ്ട് പറ്റുന്നതിൽ കൂടുതൽ അവർ കടിച്ചു പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ ആക്രമിക്കുമ്പോൾ പുറത്ത് അവരുടെ ആൾക്കാരുണ്ടെന്നുള്ള കാര്യം മറന്നുപോകും. നിസ്സാര പ്രശ്നമല്ല നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക. കാരണം കേന്ദ്ര സർക്കാർ തന്നെ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അവർക്കെതിരെ സംസാരിക്കുമ്പോഴും അവർക്കെതിരെ വീഡിയോകൾ ചെയ്യുമ്പോഴും വളരെ സൂക്ഷിക്കണം. ഒരു ചെറിയ കേസ് കൊടുത്താൽ തന്നെ തൂങ്ങിപ്പോണ കേസാണ്, ജാമ്യം പോലും കിട്ടത്തില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. രണ ഫാത്തിമയ്ക്ക് നല്ല ഓണത്തിയായി കിട്ടിയ സന്തോഷമുണ്ട് എനിക്ക്. അത് ഞാൻ ആത്മാർത്ഥമായി പറയണം. ആലവലാതി പെണ്ണ്, വൃത്തികെട്ട നാറി.